നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, ഡിഗ്രി പ്രിലിമിനറി എക്സാമിന്റെ 2025 എക്സാമിന് ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? PSC ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നൊക്കെയാണ് മക്കളെ? അത് മെയ് മാസം 24 തീയതിയും അതേപോലെ തന്നെ ജൂൺ മാസം 28 തീയതിയുമായിട്ട് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം നടക്കാൻ പോകുന്നത്. എടാ, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ നന്നായിട്ടാണ് പോകുന്നതെന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? എടാ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ എക്സാമിന് കൃത്യമായിട്ട് പഠിച്ചു പോകാം? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഏരിയാസിന് വേണം നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ? കഴിഞ്ഞ 11 ഡിഗ്രി പ്രിലിംസുകളിലായി ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത്? അപ്പൊ ആ മേഖലകൾക്ക് എങ്ങനെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് 100% സിലബസും പൂർത്തീകരിച്ച് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അതിനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏതൊക്കെ റീജിയന് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. അതിനുവേണ്ടി സൂപ്പർ നോട്ട്സിന്റെ ഒരു അടിപൊളി വർക്ക്ഷോപ്പ് ഈ മാർച്ച് മാസം 26, 27 ദിവസം, അതായത് ഈ വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് ഓൺലൈനായിട്ട് തന്നെ നമ്മൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷം വരെ നിങ്ങളെ അറിയിക്കുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കാനായിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ കാണും. ഇവിടുത്തെ എല്ലാ അധ്യാപകരും, അമൽ സാർ ഉൾപ്പെടെ, ഷഫീഖ് സാർ ഉൾപ്പെടെ, ഞാനും കാർത്തിക മിസ്സും എല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് തരികയാണ്. ഓരോ സബ്ജക്റ്റും എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഏത് മേഖലയ്ക്ക് വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ? നിങ്ങളുടെ പഠനത്തിൽ ചില ട്രിക്സ് ആൻഡ് ടിപ്സുകളുണ്ട്. എന്തൊക്കെ ട്രിക്സ് ആൻഡ് ടിപ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇത് വളരെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചില എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിലൂടെ, അതായത് ഫ്രീ ആയിട്ടുള്ള ബാച്ചാണ്, 1 രൂപ പോലും നിങ്ങൾക്ക് ചെലവ് വരില്ല. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ വർക്ക്ഷോപ്പിൽ 2 ദിവസത്തെ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാം. ഈ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ കാത്ത് ചില എക്സൈറ്റിംഗ് ഓഫേഴ്സ് കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെഷനിലേക്ക് വരാം. ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് താഴെ കാണുന്ന നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കയറുമ്പോൾ അവിടെ കാണുന്ന എന്ത് ചെയ്താൽ മതി, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് 26 തീയതിയാണ് സെഷൻ തുടങ്ങുന്നത്. അപ്പൊ അതുവരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെഷനിലേക്ക് വരാൻ പറ്റും. അതായത് നിങ്ങൾക്കറിയാം ഏകദേശം 100 മാർക്കാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പൊ 2 ഘട്ടങ്ങളിലായിട്ട് പരീക്ഷ നടക്കുന്നത്. അപ്പൊ 1ാം ഘട്ടം നടക്കുന്നത് മെയ് 24 ദെൻ 2ാം ഘട്ടം നടക്കുന്നത് 1 മാസം കഴിഞ്ഞ് ജൂൺ മാസം 28 തീയതിയാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതേ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയും? ഇതിനിടയ്ക്ക് KSന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നുണ്ട്. അത് ജൂൺ മാസം 14 തീയതിയാണ്. അപ്പൊ ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അതിനെ എങ്ങനെ നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ പാലിക്കേണ്ട ചില ടിപ്സ് ഉണ്ട്. ഓക്കെ, മോട്ടിവേഷണൽ കാര്യങ്ങളുണ്ട്. അതുമായിട്ട് അമൽ സാർ വരും. ദെൻ പഠിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ, പഠനം മാത്രം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജോലിയിൽ എത്താൻ കഴിയില്ല. അതിനോടൊപ്പം ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീനിന്റെ ഭാഗമാക്കി മാറ്റണം. അത് നിങ്ങളെ തീർച്ചയായിട്ടും വലിയൊരു റാങ്കിലേക്ക് കൊണ്ടെത്തിക്കും. അത് പലർക്കും അറിയില്ല. അതറിയാത്തത് കൊണ്ടാണ് ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ജോലിയിലേക്ക് കയറാൻ, റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ കഴിയുന്നില്ല. അതിന്റെ പ്രശ്നം നിങ്ങൾ പഠിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനോടൊപ്പം അനുബന്ധമായി ചെയ്യേണ്ട ചില ടിപ്സ് ഉണ്ട്. ഓക്കെ, അതുകൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ റുട്ടീൻ ആക്കി മാറ്റേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വർക്ക്ഷോപ്പാണ് ഇത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട 5 സെഷനുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 5 സെക്ഷനുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 1.5 മണിക്കൂർ പ്ലസ് അവേഴ്സ് വരുന്ന 5 സെഷനുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഈ ഒരു സെഷൻ വഴി നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ്. തികച്ചും സൗജന്യമായിട്ടാണ് ഇതിലേക്ക് എൻട്രൻസ് കിട്ടുക. മാർച്ച് മാസം 26 തീയതി രാവിലെ 9:30 മണിക്കാണ് ഫസ്റ്റ് സെഷൻ ഉണ്ടാവുക. അതൊരു ഓറിയന്റേഷൻ സെഷൻ ആയിരിക്കും. ആ ഓറിയന്റേഷൻ സെഷനിൽ കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യവും, കോൺഫിഡൻസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു സെഷനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. ദെൻ അതിനുശേഷം അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് 2ാമത്തെ സെഷൻ ഉണ്ടാവുക. ആ സെഷനിൽ സബ്ജക്ട് അനാലിസിസ് ആണ്. ഈ സബ്ജക്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അധ്യാപകർ വന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനെയും കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മെത്തേഡ്
മെത്തേഡുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് 3 സബ്ജക്ട് അനാലിസിസ് സെഷനുകളിലൂടെ നമ്മൾ നിങ്ങൾക്ക് തരിക. അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ടിപ്സും ട്രിക്സും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് നേടി പ്രിലിമിനറി പാസ്സാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ മെയിൻസിലേക്ക് പ്രിലിംസിന്റെ സമയത്ത് തന്നെ എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യവും ഈ സബ്ജക്ട് അനാലിസിസിലൂടെ കിട്ടും. രണ്ടാമത്തെ സബ്ജക്ട് അനാലിസിസ് 27-ാം തീയതി രാവിലെ 9:30 മണിക്കായിരിക്കും. ദെൻ മൂന്നാമത്തേതാണെങ്കിൽ 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഓക്കെ, ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ദെൻ അതിനുശേഷം ഈ 3 സബ്ജക്ട് അനാലിസിസിലൂടെ സബ്ജക്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. ഓരോ സബ്ജക്റ്റിനെയും എങ്ങനെ സമീപിക്കണം, ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ടൂളുകൾ, ഏതൊക്കെ മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കണം, അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റണം, അതിന് നിങ്ങൾ ഏതൊക്കെ സോഴ്സുകൾ ഉപയോഗിക്കണം, ഈ കാര്യങ്ങളെല്ലാം സബ്ജക്ട് അനാലിസിസിൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ മാർച്ച് മാസം 27-ാം തീയതി വൈകിട്ട് 6 മണിക്ക് നമ്മുടെ അമൽ സാറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മെന്ററിംഗ് കിട്ടാൻ പോവാണ്, കൃത്യമായിട്ടുള്ളൊരു മോട്ടിവേഷണൽ സെഷൻ കിട്ടാൻ പോവാണ്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് കൃത്യ കോൺഫിഡൻസ് ആയിട്ട് ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് അടിപൊളിയായിട്ട് എക്സൽ ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ സെഷൻ നിങ്ങൾക്ക് അവസാനം കിട്ടും. അവിടേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ നമ്മുടെ നിങ്ങൾക്ക് തരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷൻ അടങ്ങുക. 2 ദിവസങ്ങളായിട്ട് 5 സെക്ഷനുകളിലായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരാനായിട്ട് നമ്മൾ പോവാണ്. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യരുത്. എല്ലാവരും ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന ആരായാലും ഇത് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങളുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. അപ്പൊ ഈ സെഷനിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തുക. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് PDF ആയിട്ട് തന്നെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ തരുന്നുണ്ട്. സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയാണ്, സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ ഒന്നെങ്കിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെലഗ്രാമിൽ തരുന്നുണ്ട്. ഇനി ഇൻ കേസ് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വർക്കായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, തരാൻ പറ്റും. ഇനി ഇതിന്റെ ഹൈലൈറ്റ്സ് ഞാൻ പറയുകയാണ്. ഇതാണ് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ. ഈ ഒരു ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ആക്സസ് കിട്ടും. കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്തിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ഈ ടെലഗ്രാം ചാനൽ യൂസ് ചെയ്യാം കേട്ടോ. അതായത് രാവിലെ 7 മണിക്ക് ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ലാസ് ഉണ്ട്, ദെൻ വൈകുന്നേരം 9 മണിക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ അതിൽ നടക്കുന്നുണ്ട്. അപ്പൊ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ സൂപ്പർ നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, അവിടേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ദെൻ എന്തൊക്കെയാണ് തരുന്നത്, നമ്മൾ ഈ സെഷൻസ് നിങ്ങൾക്ക് തരുന്നത് ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൺവീനിയന്റ് ആണ്, നിങ്ങളുടെ കയ്യിൽ എല്ലാം ഗൂഗിൾ മീറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഗൂഗിൾ മീറ്റിലൂടെ വളരെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പൊ ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾക്ക് സെഷൻസ് അറ്റൻഡ് ചെയ്യാം. ദെൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ ആയിരിക്കും എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കിട്ടുക. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ, ഈ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദെൻ മൂന്നാമത്തത്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടോ എങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. എല്ലാ ഡൗട്ട്സും നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് വരാം. ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു ബാച്ച് ആണെന്ന് ഓർക്കുക. 2 ദിവസവും നിങ്ങൾക്ക് സൗജന്യമായിട്ട്, നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും വർക്ക്ഷോപ്പ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ, അതിനൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് പോയിട്ടുമുണ്ടാകും. ഇവിടെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ ഈ അവസരം നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ഭാഗമാകുക. എങ്ങനെ പഠിക്കണമെന്നുള്ളത് അറിഞ്ഞ് പരീക്ഷയ്ക്ക് പഠിക്കുക, ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.